നമ്മളെല്ലാവരും ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഷാർജ പുസ്തകോത്സവം തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. 43ാമത് ഷാർജ പുസ്തകോത്സവം നവംബർ 6-ന് ആരംഭിക്കും. മേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാർജ എക്സ്പോ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ ഈ വർഷവും 100 കണക്കിന് മലയാള പുസ്തക പ്രകാശനങ്ങൾ ഉണ്ടാകും. പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾക്കായി 500-ലേറെ അപേക്ഷകളാണ് ഷാർജ ബുക്ക് അതോറിറ്റിയിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയധികം പ്രകാശനങ്ങൾക്ക് സമയം തികയാത്ത സാഹചര്യമുണ്ട്. അതിനാൽ പ്രസാധകരോട് തങ്ങളുടെ സ്റ്റാളുകളിൽ നിന്ന് പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതാണ് ഉചിതമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, സംരംഭകർ, കലാപ്രവർത്തകർ തുടങ്ങിയവർ ഈ വർഷവും പുസ്തകമേളയിലെത്തുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ അടുത്ത മാസം പ്രഖ്യാപിക്കുന്നതാണ്. സ്കൂൾ ബസ് ഡ്രൈവർമാരെ നിരീക്ഷിക്കാൻ അത്യാധുനിക വിപുലമായ സംവിധാനങ്ങളുമായി സ്കൂൾ ട്രാൻസ്പോർട്ട് സർവീസസ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത ബസ് യാത്ര ഉറപ്പാക്കുക എന്നതാണ് SDS-ന്റെ ലക്ഷ്യം. സ്കൂൾ ബസ്സുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ തത്സമയം നിരീക്ഷിക്കും. കൂടാതെ ഫോൺ കോളുകളും കൈകാര്യം ചെയ്യും. ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം, ഉറക്കം തുടങ്ങിയവയെല്ലാം കർശനമായിട്ട് നിരീക്ഷിക്കും. അപകടകരമായ പെരുമാറ്റങ്ങൾ തിരിച്ചറിയാനും അതിവേഗം നടപടിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ബസ്സുകൾക്ക് പുറത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാൻ ഡാഷ്ബോർഡിൽ അലേർട്ട് ബട്ടൺ സജ്ജീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും രേഖപ്പെടുത്താൻ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി RFID കാർഡുകൾ നൽകുന്നുണ്ട്. ഇതുവഴി ബസ്സിൽ സഞ്ചരിക്കുന്ന കുട്ടികളുടെ യാത്രാ വിവരങ്ങൾ കൺട്രോൾ റൂമിലേക്ക് നേരിട്ട് ലഭിക്കും. സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതാണ്.